ജയിലിൽ കഴിയുന്ന 2 പേർക്കുള്ള ടാസ്കുമായിട്ട് ബിഗ് ബോസ് എത്തിയിട്ടുണ്ട്. ഓരോ ആഴ്ചയും ബിഗ് ബോസ് കടുകട്ടിയുള്ള ടാസ്കുമായിട്ടാണ് എത്താറ് അല്ലേ. അവർ ചെയ്യുന്ന കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് ഓരോ പനിഷ്മെൻറ്റും ജയിലിൽ കൊടുക്കുന്നത്. അനീഷും അനുമോളും ആണോ ജയിലിൽ പോകേണ്ടത് എന്നുള്ളത് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ജയിൽ ടാസ്ക് വന്നു. ടാസ്കിൻ്റെ പേരാണ് തീപ്പെട്ടി മനുഷ്യൻ. കുറച്ച് തീപ്പെട്ടിക്കൊള്ളികൾ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗമ്മും കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒരു മനുഷ്യനെ ഉണ്ടാക്കുക, എന്നിട്ട് അവിടെയുള്ള ഭിത്തിയിൽ ഒട്ടിക്കുക എന്നതാണ് ടാസ്ക്. 100 എണ്ണം ഉണ്ടാക്കണം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടാസ്ക് വായിച്ചപ്പോൾ തന്നെ എല്ലാ കുടുംബങ്ങളും പറയുന്നുണ്ട് എന്ത് സിമ്പിൾ ടാസ്ക് ആണ്, അനുമോൾക്ക് ഇഷ്ടപ്പെട്ട ടാസ്ക് ആണല്ലോ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ഇനി പാവക്കുട്ടിയെ ഉണ്ടാക്കാനൊക്കെ അനുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്തരമൊരു ടാസ്ക് ആണല്ലോ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. കടുകട്ടിയുള്ള ശിക്ഷകളൊക്കെ കൊടുക്കാൻ ബിഗ് ബോസിന് അറിയാനിട്ടൊന്നുമല്ല. നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് 2-3 ആഴ്ചകൾക്ക് മുമ്പ് വരെ കടുകട്ടിയുള്ള ടാസ്കുകളൊക്കെ ആയിരുന്നു ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഉറക്കമൊഴിച്ച് അവർ ടാസ്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഈ ആഴ്ചയാണെങ്കിലും കഴിഞ്ഞ ആഴ്ചയാണെങ്കിലും അധികം കട്ടിയില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് എത്തുന്നത്. ബിഗ് ബോസിൻ്റെ കയ്യിൽ ടാസ്ക് തീർന്നു പോയതുകൊണ്ടൊന്നല്ല, ജയിലിൽ പോകുന്ന കുറ്റവാളികൾ അവർ ചെയ്യുന്ന തെറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് പനിഷ്മെൻറ്റ് കൊടുക്കുന്നത്. ടാസ്ക് ഗംഭീരമായി കളിച്ച് 2-3 സ്ഥാനത്ത് നിൽക്കുന്ന 2 പേരെ പിടിച്ച് ജയിലിലിട്ടാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിൽ മത്സരിക്കാൻ അർഹതയുള്ള 2 പേരെ പിടിച്ച് ജയിലിലിട്ടാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ബിഗ് ബോസ് അവർക്ക് രസകരമായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ടാസ്കുമായിട്ട് എത്തിയിരിക്കുന്നു. ഇത് വീടിനുള്ളിലാകെ ചർച്ചയായിരിക്കുകയാണ്. സ്പോൺസർ ടാസ്കും കാര്യങ്ങളും നടക്കുന്നു. ജയിലിനകത്ത് തീപ്പെട്ടി മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അല്പസമയത്തിനുള്ളിൽ മിഡ് വീക്ക് എവിക്ഷൻ പ്രാങ്ക് നടക്കുന്നുണ്ട്. ഷാനവാസിനെ കൺഫഷൻ റൂമിൽ കൊണ്ടുപോയപ്പോൾ ഷാനവാസ് ലക്ഷ്മിയുടെ പേരാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ പ്രോമോയിൽ ആദിലയുടെ പേരൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ലക്ഷ്മിയുടെ പേരാണ് ഷാനവാസ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ആരെയാണ് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.